ന്യൂറാലിങ്ക് ചിപ്പ് തലച്ചോറിന് നല്ലതല്ലെന്ന് കമ്പനി വിട്ട സഹസ്ഥാപകൻ. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് കമ്പനി ടെലിപ്പതി എന്ന ബ്രെയിൻ ചിപ്പ് ശരീരം തളർന്ന ഒരു വ്യക്തിയുടെ തലച്ചോറിൽ ഘടിപ്പിക്കുകയും ശേഷം അയാൾ ചിന്തകളിലൂടെ കമ്പ്യൂട്ടർ ഗെയിം കളിച്ചതൊക്കെ വാർത്തയായിരുന്നു. വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ ദി ഫ്യൂച്ചർ ഓഫ് എവറിത്തിങ് എന്ന പോഡ്കാസ്റ്റിലാണ് ന്യൂറാലിങ്കിന്റെ സഹസ്ഥാപകനായിരുന്ന ബെഞ്ചമിൻ റാപ്പോപോർട്ട് വെളിപ്പെടുത്തൽ നടത്തിയത്. പ്രിസിഷൻ ന്യൂറോ സയൻസ് എന്ന സ്വന്തം സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയാണ് ബെഞ്ചമിൻ ന്യൂറാലിങ്ക് വിട്ടത്. ചെറിയ ഇലക്ട്രോഡുകൾ ഉപയോഗിച്ചാണ് ന്യൂറാലിങ്കിന്റെ പ്രവർത്തനം. അവ തലച്ചോറിനുള്ളിലേക്ക് കടന്ന് വിവരങ്ങൾ ശേഖരിക്കും. എന്നാൽ അത് അപകടകരമാണെന്നും തലച്ചോറിന് ആഘാതമേൽപ്പിക്കുമെന്നും റാപ്പോപോർട്ട് അഭിപ്രായപ്പെടുന്നു. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഇലക്ട്രോഡുകളെ തലച്ചോറിനകത്തേക്ക് കടത്താതെ തലച്ചോറിന്റെ ഉപരിതലത്തിൽ സ്ഥാപിക്കാനാണ് പ്രിസിഷൻ ന്യൂറോ സയൻസ് എന്ന സ്ഥാപനത്തിലൂടെ ബെഞ്ചമിൻ റാപ്പോപോർട്ട് ഉദ്ദേശിക്കുന്നത്. അത് ആളുകൾക്ക് സുരക്ഷിതമാണെന്ന് ന്യൂറോ സർജനായ അദ്ദേഹം പറയുന്നു.